ഡോക്ടർ ഐഷ മുഹമ്മദ് സ്വന്തം ഭർത്താവിൻ്റെ വീടിൻ്റെ മുമ്പിൽ കഴിഞ്ഞ 14 ദിവസങ്ങളായി നീതിക്കായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം സ്ത്രീ. എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി അവരെ പറ്റിയിട്ടുള്ള വീഡിയോകൾ ചെയ്യുക, അവർക്ക് നീതി കിട്ടുന്നോടം വരെ അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഈ വീഡിയോ ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെയെങ്കിലും അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ പുന്നാര മകൻ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് ഒരിച്ചിരി നാണവും മാനവും തോന്നി ആ സ്ത്രീയുടെ നീതിക്കായി അവരിൽ നിന്ന് മേടിച്ച സ്വർണവും പണ്ടവും ഒക്കെ തിരിച്ചങ്ങ് കൊടുക്കാൻ തോന്നട്ടെ. മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടുത്തെ കോടതി വഴി ആ സ്ത്രീക്ക് ഈ അടുത്തങ്ങ് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇതിനു മുമ്പ് ഇന്ന് രാവിലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് പോയി കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടാലും മതി. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, പറയുക. ആ സ്ത്രീക്ക് നീതി വേണം. ജസ്റ്റിസ് ഫോർ ഡോക്ടർ ഐഷ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരു ഹാഷ്ടാഗ് പോലെ ഇടുക. മനസ്സിലായില്ലേ? കാരണം ഈ ഒരു വിഷയം ഇത് ഡോക്ടർ ഐഷയിൽ തീരുന്നില്ല. ഒരു ഡോക്ടർക്ക്, സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയും വിലയുമില്ല ഒരു ഡോക്ടർക്ക്, അവർ ദോഹയിലൊക്കെ ആയിരുന്നു, അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരൻ്റെ കുടുംബത്തിലും ഇതൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വാർത്ത എത്തിക്കാൻ ശ്രമിക്കുക. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർ പുതുതായിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിലേക്കും പോകുന്നതിന് മുമ്പ് ഒരു കുറച്ച് 7 ദിവസം മുമ്പെന്ന് ഞാൻ പറയുന്നില്ല, 7ാമത്തെ ദിവസം, അതായത് സ്വന്തം ഭർത്താവിൻ്റെ വീടിൻ്റെ മുമ്പിൽ അവർ സമരം ചെയ്തു തുടങ്ങി 7ാമത്തെ ദിവസം അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് വേണം ഈ ഒരു വീഡിയോ തുടങ്ങാൻ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അന്ന് തന്നെ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഷയം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും. ഡോക്ടർ ഐഷ, അവരുടെ ഭർത്താവ് ഡോക്ടർ അലി, രണ്ടുപേർക്കും കൂടെ ഒരു മകളുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസം. പക്ഷേ ഡിവോഴ്സ് ആയിട്ടില്ല. 6 വർഷങ്ങൾക്കിപ്പുറം ഡോക്ടർ അലി ഒരു ഡിവോഴ്സ് കൊടുക്കാതെ അവരിൽ നിന്ന് മേടിച്ച സ്വർണവും പണവും ഒന്നും അവർക്ക് തിരിച്ചു കൊടുക്കാതെ അയാൾ പോയി വേറെ കല്യാണം കഴിക്കുന്നു. ചെയ്തത് തെമ്മാടിത്തരമാണോ? ആണോ? നീ ഡിവോഴ്സ് കൊടുക്കാതെ തെമ്മാടിത്തരം കാണിച്ചു, ഓക്കെ. അറ്റ്ലീസ്റ്റ് അവരിൽ നിന്ന് മേടിച്ച പണവും സ്വർണവും 15 ലക്ഷം രൂപയോളം മേടിച്ചിട്ടുണ്ട്. കൂടാതെ 100 പവൻ സ്വർണം 2013 കൊടുത്തതാ. ഇന്ന് അതിൻ്റെ മൂല്യം എന്താ? ഒരു പെൺകുട്ടിയില്ലേ, അതിന് മുന്നോട്ടുള്ള ജീവിതം അതിന് ഉപകരിക്കില്ലേ? കൊടുത്തൂടെ? നിന്റെ ചോര തന്നല്ലേ, അത് മാന്യമായിട്ട് ചെയ്യാലോ. അത് ചെയ്യാൻ അവനും അവൻ്റെ കുടുംബത്തിനും വയ്യ. എന്നിട്ട് അവൻ്റെ കുടുംബത്തിലെ ഒരു ചേട്ടൻ നിന്ന് വലിയ കഥയൊക്കെ പറയുന്നുണ്ട്. അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 7ാം ദിവസം സമരം തുടങ്ങി 7ാം ദിവസം ഐഷ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കതൊന്ന് കേൾക്കാം. ഞാനൊരു 7 ദിവസമായിട്ട് വളരെ ശാന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്നൊരു സമരമാണ്. ഇന്ന് രാവിലെ മുതൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡേറ്റ് കൂട്ടി എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുതൽ ഞാൻ ആ കസേരയിലാണ്, പുറത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇപ്പം നമ്മളിതാ ഇങ്ങനൊരു ബാനറൊക്കെ ഇട്ടിട്ട് സമരം ഒന്നും കൂടെ കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നീതി കിട്ടേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണം, അതല്ലാതെ ആരും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തരുമ്പ് പിന്നോട്ടേക്കില്ല, ഇത് ഞാൻ മുന്നോട്ടേക്ക് തന്നെയാണ്. നീതി കിട്ടും വരെ പൊരുതുകയും ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാരോടാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ വാർത്തയ്ക്കൊന്നും ഒരു പ്രസക്തി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലാണിത് നടക്കുന്നത്. പിടികിട്ടിയോ? മറുനാടൻ എക്സ്ക്ലൂസീവ് ഓൺലൈൻ മീഡിയ ആണ്, ഓൺലൈൻ ചാനലാണ്. അവിടെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടത്. വേറെ എങ്ങും വന്നിട്ടില്ല. വേറെ ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട്? 2 ഡോക്ടേഴ്സാണ് സമൂഹത്തിൽ പറഞ്ഞതുപോലെ അത്യാവശ്യം നിലയും വിലയുമുള്ള 2 പേർ. ഓക്കെ, അതിലൊരാൾ ഭർത്താവ് സ്വന്തം ഭാര്യയെ നല്ല വൃത്തിക്ക് പറ്റിച്ചു, പണവും സ്വർണവും അപഹരിച്ച് പറ്റിച്ചു, അങ്ങനെ തന്നെ പറയണം. വേറെ കല്യാണം കഴിച്ചത് വിടുക, അത് 2ാമത്തെ കേസ്. സ്വർണവും പണവും, സ്ത്രീധനം, ഓക്കെ.
എന്നിട്ട് ഇപ്പോൾ അവരത് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, വീടും പൂട്ടി ഇറങ്ങി ഓടിയെല്ലാം കൂടെ. ഭർത്താവും പുതിയ ഭാര്യയല്ല. ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനോട് പറഞ്ഞു കാണുമോ ഇതുപോലെ നേരത്തെ ഞാനൊരു കല്യാണം കഴിച്ചു, ഒരു കുട്ടിയുണ്ട്, അതിലൊരു കുട്ടിയുണ്ട്, അവർക്ക് ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല, സ്വർണവും പവറൊക്കെ നല്ല മേടിച്ച് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് അറിയാമോ? ഇതൊക്കെ അറിയുമ്പം അതിൻ്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇനി എല്ലാം അറിഞ്ഞിട്ടാണ് ഇവനെ പോലുള്ള ഒരുത്തിനെ കെട്ടിയെങ്കിൽ കൈയടിക്കാനേ പറ്റുള്ളൂ. കാരണം നാളെ അവക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അവിടെ മറ്റേ എടുത്ത് തലയിൽ വെച്ച് അങ്ങ് സ്നേഹിക്കുമെന്ന്. അല്ല, അങ്ങനെ സ്നേഹിക്കാനാണെങ്കിൽ ഒരു കൊച്ച് ഉണ്ടേ, ആ കൊച്ചിൻ്റെ അമ്മയും ആ കൊച്ചിനെ സ്നേഹിച്ചങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ, ഇല്ലേ? ഇനി കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ അലിയുടെ ബന്ധുവോ അച്ഛനോ ആരോ ആണെന്ന് തോന്നുന്നു. അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഞാനങ്ങ് കാണിച്ചു തരാമേ, കേട്ടോണം നിങ്ങൾ വ്യക്തമായിട്ട്. എന്നിട്ട് വേണം എനിക്ക് 2 വർത്താനം പറയാൻ. നമ്മൾ മാന്യമല്ലാത്ത അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പ്രൂഫ് എടുക്കേണ്ട കാര്യങ്ങളല്ലേ പറയുന്നത്. വീഡിയോക്ക് പ്രൂഫ് എടുക്കാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ വഴി തൊടുന്നില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ എത്ര സംസാരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ തന്നെ പറയും. അതേലോ, നാറ്റിക്കാൻ വന്നതല്ലേ നീ എന്ന്. നാറത്തില്ല ഇക്കാക്ക, നാറത്തില്ല, ഒട്ടും നാറത്തില്ല. അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച ആ സ്വർണ്ണോ പണമൊക്കെ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മാന്യമായിട്ട് അലി നിങ്ങളുടെ മോനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണെങ്കിലും അവനോട് പറ ഡിവോഴ്സ് കൊടുക്കാൻ. അല്ല, അതൊന്നും കൊടുക്കാതെ, അതൊന്നും ചെയ്യാതെ പോയി പുതിയൊരു പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് വലിയൊരു തെറ്റാ ആ മോൻ ചെയ്തിരിക്കുന്നത്. അത് വല്ലോ കാക്കയ്ക്ക് അറിയാമോ? അറിയത്തില്ലല്ലോ. അതും കൂടെയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്ക്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ പറയണം. എനിക്ക് ഇന്നലെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ അതിന് ശേഷവും എനിക്ക് തോന്നിയൊരു സംശയം. അത് വേറൊന്നുമല്ല, എവിടെയായിരുന്നു? 6 വർഷമായിട്ട് രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു 5-6 വർഷമായിട്ട് ഐഷയാണെങ്കിൽ പോലും വന്നില്ല ഇയാളെ കാണാനോ ഇയാളുടെ വീട്ടിലേക്കോ? അങ്ങനെ വന്നതിനെ പറ്റിയിട്ടൊന്നും അവർ പറയുന്നില്ല. പിടികിട്ടിയോ? അയാളൊരു കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം വന്നിട്ട് എൻ്റെ സ്വർണവും പണവും എവിടെ, എനിക്ക് ഡിവോഴ്സ് തന്നില്ല എന്നുള്ളൊരു കാര്യം ഓക്കെ. അത് പറയുന്നതിന് മുമ്പ് ഒന്നുകിൽ ആ വ്യക്തിയായിട്ട്, അലി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് വന്നിരുന്ന് സംസാരിച്ച് മാന്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് മേടിച്ച് പൈസ, സ്വർണം എല്ലാം മേടിക്കണമായിരുന്നു. എന്തുകൊണ്ട് അത് നേരത്തെ ചെയ്തില്ല എന്നുള്ളൊരു സംശയം, ആ ഒരു സംശയം എനിക്ക് തോന്നി കേട്ടോ. എന്താണെങ്കിലും ബാക്കി നമുക്ക് കേൾക്കാം. അതായത് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ ഉരുമ്പെട്ടവളല്ലേ? ആയിക്കോട്ടെ, കോടതിയിൽ നടക്കണ്ടോ റൈറ്റ്സ് നോക്ക്. നിയമത്തിന് വശക്ക് പോട്ടെ. നിയമം എന്താ വിധിക്കണേ അത് കൊടുക്കണം. ഇത് വന്നിട്ട് നിയമം പറഞ്ഞ വെയിറ്റ് ചെയ്തില്ല, അതിനെ വന്നിട്ട് വന്നിട്ട് ഓരോ കാണിക്കണം. ഇങ്ങനത്തെ കാരണം ഈ കാലത്ത് 15-10 വർഷം വന്നിട്ട് കേരളത്തിൽ താമസിക്കാത്ത ഒരാള് കയറാൻ വന്നു. ഈ നാട്ടിലൊക്കെ അറിയാം. ഈ കല്യാണം ഇവിടെ ലവ് മാരേജ് ആണ്. ഒരു മാന്യമായി അന്വേഷിച്ച് കല്യാണം നടത്തുമ്പോ അതിലെ കെട്ടിപ്പറഞ്ഞ് വീണ്ട കല്യാണം നടത്താണ്. ഈ ലവ് മാരേജ് എവിടെ നന്നായി പോയിട്ടുള്ളത്? ആദ്യം തന്നെ തള്ളാരി വെറുപ്പിച്ച് നടന്ന കല്യാണം നടന്നു പോയി. ഞാൻ സംസാരിക്കുന്നത് അപ്പൊ സംസാരിക്കാൻ സംഭവിച്ചു. അവർ തമ്മിൽ അടുപ്പുള്ള അപ്പൊ നല്ല നിലക്ക് സംസാരിക്കും. തെറ്റിയപ്പോ നമ്മളെ മാസമായി താമസിച്ചിട്ട് കുടുംബത്തിൽ കയറി വരാം. കുടുംബത്തിലില്ല. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? നിന്റെ വീട് നീ സമൃദ്ധി ഉണ്ടാക്കണം. നീ ഞാൻ എന്റെ ഭർത്താവിന്റെ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടല്ലാണ്ട് ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇവിടുത്തെ ഒരു എന്റെ ഒക്കെ പെടലി നോക്കി ഒരെണ്ണം കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിനക്ക് താമസിക്കാൻ നീ വേറെ വീടുണ്ടാക്കണം സ്വന്തമായിട്ട്. കാക്ക എപ്പോഴും ഇത് തന്നെ പറയുവോ കാക്ക? ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കാര്യം വരുമ്പോ എപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയുവോ? ഇത്ര മറ്റേ ഉയർന്ന ചിന്താഗതിയാണോ കാക്കാന്റെ? അങ്ങനെയാണെങ്കിൽ എന്തിനാ മോഹം മറച്ചോണ്ട് നടത്തിക്കുന്നത്? അവരുടെ ഇഷ്ടത്തിന് അവർക്ക് നടക്കാലോ. അല്ല, അങ്ങനെ നടക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലും കാക്കാനെ പോലുള്ള ആളുകൾ പുറത്ത് കാണാൻ പാടില്ല കേട്ടോ. ഈ ഒരു സെറ്റപ്പ് ഇറക്കത്തില്ലേ? അതെന്തിനാ? നാണമുണ്ടോ? അതുകൂടാതെ ഡോക്ടർ അലിയും ഡോക്ടർ ഐഷയും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് കാക്കയ്ക്ക് കുഴപ്പം. നീയൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചില്ല, അങ്ങ് പൊക്കൂടെ? വേറെ വീട് വെച്ചൂടെ? എടോ മോനെ,
അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്വർണ്ണവും പൈസയൊക്കെ കൊടുത്തേക്ക്. അവർ വേറെ വീട് വെച്ച് താമസിച്ചോളൂ, അവരുടെ മോളെ അവിടെ നോക്കിക്കോളും. ഓക്കെ, മേടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നിനക്ക് വേറെ വീട് വെച്ച് താമസിച്ചോളൂ. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നാണമില്ലാത്ത സാധാരണ പെൺകുട്ടിയാണ് പെണ്ണൊക്കെ തുല്യപ്പോ ആണല്ലേ? എന്നിട്ടാണല്ലേ നിങ്ങൾ എന്നെ ഊരുമ്പെട്ട് വിളുന്നും? ഗേറ്റ് എങ്ങനെയോ പറ്റുക? ഈ വീട്ടിലെ ആൾക്കാർ കയറി പോകണം. അവിടെ കറണ്ട് ഫീസാ ആര് ഫീസ് കേട്ടത്? കറണ്ട് നിങ്ങൾ കട്ടാക്കില്ലേ? ആദ്യത്തെ ദിവസം ഇല്ല, അവർക്ക് എന്നെ മാന്യതയും പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ. മാന്യമായിട്ട് നമ്മളത് കോടതി അവസാനിപ്പിക്കുന്ന വിഷയമാണ്. ഇത് കോടതി വിഷയമാണ്. ഒരു സ്ത്രീയോ ഡോക്ടറാണ്, മാനദണ്ഡ ഒരു ഡോക്ടറാണ്. നീ ഇപ്പൊ ഇതിന്റെ ആകാം, അതിനോട് സംസാരിക്കാൻ പറ്റാൻ ഈ വിഷയം സംസാരിക്കണം. അത് ഇവിടെ കോടതി നടന്നുകൊണ്ടിരിക്കണം. ഞാനിപ്പോ പറഞ്ഞ വിഷയം ഈ കോടതി നടക്കുന്നതിൽ ഈ കേസിൽ നിങ്ങൾ എന്താ കക്ഷി? നിങ്ങൾ കക്ഷിയാണോ? പിന്നെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. ഈ വഴി പടക്കെടുക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എവിടെ നിങ്ങൾ വഴി മുടക്കാൻ പാടില്ലെന്ന് എന്താ സംഗതി എന്ന് മനസ്സിലായോ? ആ സ്ത്രീ അവിടെ സമരം ചെയ്യുന്നതോ അവർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാൻ വന്നാലോ അവിടെ ഉള്ളവന്മാർക്ക് പറ്റത്തില്ല. അവന്മാർക്കെല്ലാം കടി. ഒന്ന് ആലോചിക്കണം മോനെ. അങ്ങോട്ട് വരുന്നില്ല, ഇവിടെ ഇരുന്ന് പറയാലോ, വെച്ച് നാണം കെടുത്ത് കീറി വിടാലോ നിന്നെയൊക്കെ. കീറും. നീയൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. നീയൊക്കെ എന്ത് ചെയ്യും? ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ പോയാൽ ഭീഷണി. നീ ആരാടാ? നീ പോടാ. ഉടനെ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങളാരാ? നിങ്ങളത് പറയാം, നിങ്ങളാരാ? നിങ്ങൾ കക്ഷിയാണോ? നിങ്ങൾ കേസ് നടക്കുന്നിടത്ത് കക്ഷിയാണോ? അല്ല, ഞാനാരുമല്ല. അവന് പക്ഷെ പറയാം, കാരണം അവൻ്റെ വീടടുത്തുള്ളതാണ്. എനിക്ക് തോന്നുന്നു അയൽക്കാരനാണോ പല്ലം തോന്നുന്നു. അവൻ്റെ ബന്ധുവാന്ന് തോന്നുന്നു ഡോക്ടർ അലിയുടെ. ഇയാൾ കറക്റ്റ് എനിക്ക് തോന്നുന്നു. ഒന്നുകിൽ അയാളുടെ വാപ്പ ഇല്ലെങ്കിൽ ഏതോ ബന്ധു. ഓക്കെ, ഞാനത് ഇന്നലെ തൊട്ട് ഈ വീഡിയോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് നമ്മളത് എടുത്തങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ. അയാൾ ഏതവരാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ്റെ വായിന്ന് വീഴുന്നതൊക്കെ കേട്ടല്ലോ. അത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി അവൻ്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 തെറി ചിലപ്പോൾ കൂടുതൽ നമ്മുടെ വായിന്ന് വീട് പോകും. അതുകൊണ്ടാണ്. എന്താണെങ്കിലും ഡോക്ടർ ഐഷ അവരിനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിൽ. നമുക്കതൊന്ന് കേൾക്കാം. ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാവുന്നു ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്. 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ആദ്യം നമുക്ക് ഉദ്ദേശത്തിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്, അദ്ദേഹം ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ കല്യാണം നടത്തിക്കൊടുത്ത മഹലും എൻ്റെ മഹലും നമ്മുടെ ജീവിതം ഇങ്ങനെയായതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം തരിക. അതല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിശദീകരണം തരിക. രണ്ടാമത്തെ ആവശ്യം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി താമസിക്കാനായി എനിക്ക് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് അവിടെ കയറി താമസിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ട് SHOക്ക് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓർഡർ കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വാതിൽ പൂട്ടി. ആദ്യം വാതിൽ പൂട്ടി, പിന്നെ കറണ്ട് കട്ടാക്കി, പിന്നെ വെള്ളം കട്ടാക്കി. ഒരു സമയത്തിൽ അവർ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും എന്നെ അവിടെ കയറ്റില്ല എന്നുള്ളൊരു വാശി പുറത്തു നിൽക്കുകയാണ്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കുക. ഇത് 2ആണ് എൻ്റെ സമരത്തിൻ്റെ ഉദ്ദേശം. എൻ്റെ ആവശ്യം, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടി എൻ്റെ ഉപ്പ കല്യാണ സമയത്ത് തന്നിട്ടുള്ള 100 പവൻ സ്വർണം, അതേപോലെ ആ കാലഘട്ടത്തിൽ പല തവണകളായി കൈപ്പറ്റിയിട്ടുള്ള 15 ലക്ഷം രൂപ, ഇതൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്നിൽ നിന്നും അപഹരിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ മുതലല്ലല്ലോ, എനിക്കത് തിരിച്ചു തരിക, മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം അർഹിക്കുന്ന പോലെ എനിക്ക് തരിക. നാളിതുവരെ മെയിൻ്റനൻസ് ഒന്നും കൊടുക്കാതെ സൈഡാക്കി കൊണ്ടിട്ട് നടക്കുന്ന എൻ്റെ മകളെ വേണ്ട വിധത്തിൽ പരിഗണിച്ച് അവൾക്ക് വേണ്ടി അത് ചെയ്യുക. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ആവശ്യം.
രണ്ടാമത്തെ ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ 1-2-3 ദിവസത്തിനകത്ത് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ള ആവശ്യമാണ്. ഞാനൊരിക്കലും ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനത്തെ 2ാം കല്യാണങ്ങളിലൊന്നും നമ്മളെ കേൾക്കാൻ അവിടുത്തെ മഹലൂല ഇവിടുത്തെ മഹലൂല. അത് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ 2ാം കല്യാണം നടത്തി കൊടുത്ത മഹലും അതിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല, നമ്മുടെ സ്വന്തം മഹലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഈ അരാജകത്വം, ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറണം. ഇതാണ് എൻ്റെ 2ാമത്തെ ആവശ്യം. ഒരു മുസ്ലിം യുവതിയാണ് ഇത് പറയുന്നത്, ഞാനല്ല പറയുന്നത്, ഒരു മുസ്ലിം യുവതിയാണ് പറയുന്നത്. കേട്ടല്ലോ നിങ്ങൾ. ഇനിയും ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിച്ചോട്ടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോടാണ്. എന്നോടൊന്നും തോന്നരുത്, ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് തീരെ വിലയില്ലേ നിങ്ങളുടെ സമുദായത്തിൽ? തീരെ വിലയില്ലേ? എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. കാരണം ഒരു സ്ത്രീ തന്നെയാണ് പറയുന്നത്, മെഹൽ കമ്മിറ്റിക്കാർ ഒരു വിലയും തരുന്നില്ല, എൻ്റെ പണവും സ്വർണവും എല്ലാം അവൻ അപഹരിച്ചുകൊണ്ട് പോയി, അതൊന്നും തിരിച്ചു തരാതെ അവൻ വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് അവൻ ജീവിക്കുന്നു, മോളെ പോലും നോക്കുന്നില്ല. കേൾക്കൂ, നിങ്ങളെല്ലാവരും ഇത് കേൾക്കൂ. നിങ്ങൾ വേണം ഇതിന് മറുപടി കൊടുക്കാൻ. നിങ്ങൾ വേണം മറുപടി കൊടുക്കാൻ. കണ്ടല്ലോ ഒരു ചേട്ടായി നേരത്തെ കിടന്നുകൊണ്ട് കാണിക്കുന്നത്, കണ്ടല്ലോ നിങ്ങൾ. ഒരൊറ്റ ചോദ്യം എനിക്ക് ലേഡിയോട് ചോദിക്കാനുള്ളൂ. അത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ, ഇത്രയും കാലം എന്തുകൊണ്ട്, ചിലപ്പോൾ വീട്ടുകാർ ഇവരെ വീട്ടിൽ കയറ്റാതിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. 5-6 കൊല്ലമായിട്ടൊരു വിവരവും ഇല്ല. അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു, മോൻ വേറൊരു കാര്യം നോക്കി നടക്കുന്നു. ഇത്രയും വർഷത്തിന് ശേഷം അവൻ വേറെ കെട്ടി, അപ്പോഴത്തേക്ക് അവളിങ്ങി വന്നു. അതുകൊണ്ട് അവളോടുള്ള ദേഷ്യത്തിന് പുറത്ത് വീട്ടിൽ കയറ്റാതിരിക്കുമായിരിക്കും. അവരുടെ സൈഡിൽ നിന്ന് പ്രായമായ ആളുകളാണെങ്കിൽ അവരാ ചിന്തിക്കുന്നതിനകത്ത് നമുക്കൊരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ചെയ്തോളൂ, കയറ്റണ്ട. അവരുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് നാണംകെട്ട പരിപാടിയാണ്. അതെടുത്ത് കൈ പിടിച്ച് വെച്ച് ഈ കാണിക്കുന്നത് ശരിയല്ല. അത് തിരിച്ചു കൊടുക്കുക. പിടികിട്ടിയോ? അവരെന്നിട്ട് അവരുടെ കാര്യം നോക്കി പൊക്കോളും. പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം ആ ഒരു കാറ്റഗറിയിലുള്ള സ്ത്രീകൾ, നിങ്ങൾ തന്നെ മുന്നോട്ട് വരണം. നിങ്ങൾ സംസാരിക്കണം. നമ്മൾ പുറത്തുനിന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സമുദായത്തെ എടുത്തു വെച്ച് അങ്ങനെ ചെയ്യാമെന്ന് ആളുകൾ പറയും, ഉറപ്പായിട്ടും പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്യില്ല. സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരട്ടെ. നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ദുരനുഭവങ്ങളാണ് നിങ്ങളുടെ മതത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയണം. പിടികിട്ടിയോ? എൻ്റെ അറിവിൽ ഇപ്പോൾ ഇതുപോലെ 2, 3, 4 കെട്ടുന്ന ചേട്ടന്മാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുമായിരിക്കും, അവിടെ എവിടെയൊക്കെ കാണും. മനസ്സിലായോ? കുട്ടികളുടെ കാര്യത്തിൽ ഒരു മറ്റേ നിയന്ത്രണവും ഇല്ലാതെ ഉണ്ട്. കേട്ടിട്ടുണ്ട് ചില മുസ്ലിം ഫാമിലീസിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല, കുറവാണ്. ആ ഒരു പരിപാടിയൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, അല്ലേ? സ്ത്രീകൾക്ക് ഒരു ഫ്രീഡം എന്ന് ഞാൻ പറയുന്നില്ല. ഫ്രീഡം ഇന്ന് അധികമായാൽ അത് വലിയ പ്രശ്നം തന്നെയാണെന്ന് പല രീതിയിലും തെളിയിക്കുന്നുണ്ട് പല ആളുകളും. അതുകൊണ്ട് ഒരുപാട് ഫ്രീഡത്തിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, പിടികിട്ടിയോ? പൈസ മേടിച്ച് വെച്ചിട്ടുള്ള പരിപാടികൾ, ബാക്കി നമുക്ക് കുറച്ചുകൂടെ കേൾക്കാം. ഇന്ന് ലൈവായി ഞാൻ കേട്ട കുറച്ച് വാക്കുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യാം. നീ അഴിഞ്ഞാടി നടക്കുന്നവളാണ്, നീ ഉരുമ്പെട്ടവളാണ്, വല്ലവൻ്റെയും കൂടെ നടന്ന് കുട്ടികളുണ്ടാക്കിയിട്ട് ഇവിടെ കയറി പ്രശ്നമുണ്ടാക്കുന്നോടി, നീയൊക്കെ ശരിക്കും ഒരു ഡോക്ടർ തന്നെയാണോ? വേറെ വല്ല പണിക്കുമ്പോടി, നീയൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ ഞാൻ ഇന്ന് കേട്ടിട്ടുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ. നിങ്ങളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ സമൂഹം നിങ്ങളെ വാക്കുകൾ കൊണ്ട് പിച്ചു ചീന്തും. അപ്പോൾ നിങ്ങളിതൊക്കെ നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി യുദ്ധത്തിന്. പക്ഷേ പെണ്ണുങ്ങളെ, നിങ്ങളൊന്നും ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിലൊന്നും ഈ സമൂഹത്തിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരൊക്കെ 2ാമതും 3ാമതും 4ാമതും കിട്ടുന്നത് ഇപ്പുറത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. വിഷമത്തോടെ, അപമാനം സഹിച്ച്, പിച്ച് ചീന്തപ്പെട്ടിട്ട്, തല ഉയർത്തി നടക്കാൻ പറ്റാതെ, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാതെ, ഒരു കുഞ്ഞിനെയും 2 കുഞ്ഞിനെയും 3 കുഞ്ഞിനെയും വെച്ചിട്ട് നമ്മൾ നരകിക്കേണ്ടി വരും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇതിനൊക്കെ എതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസിൽ നിന്നും, നിങ്ങളെല്ലാ തരത്തിലും തളർത്തും. അപ്പം നഖത്തിന് മൂർച്ച കൂട്ടിയും നാക്കിന് മൂർച്ച കൂട്ടിയും
ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയും മാത്രം ഈ മാതിരിയുള്ള യുദ്ധങ്ങൾക്ക് ഇറങ്ങിയാൽ മതി. തളരാൻ റെഡിയല്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ഇറങ്ങിയാൽ മതി. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേർണി. ഇറ്റ്സ് എ റിയലി ടഫ് വൺ. ഡോക്ടർ ഐഷയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർ ദോഹയിലാണ്, മോളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് ഒന്ന് ആഘോഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. മതിയല്ലോ, അത് മതിയല്ലോ ആളുകൾക്ക് കണ്ണുകടി. അയ്യോ അവള് വേറെ രീതിയിൽ, അവള് മറ്റേ പരിപാടിയാവും പറയും. മാറ്റി നിർത്തുക. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മുസ്ലിംസിൻ്റെ ഇടയ്ക്കാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ കേട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല. 2-3 കെട്ടുന്നവരൊക്കെ പണ്ടുണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു വ്യക്തി ഈ 3-4 കെട്ടുന്നു, ആയിക്കോട്ടെ. ഒരു വ്യക്തി ഒരു മുസ്ലിം എന്താണ് ആ ഒരു കാറ്റഗറിയിലുള്ള ആ ഒരു മതത്തിൽപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ഒരു കമൻ്റ് ഇട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രാവിലത്തെ വീഡിയോ അടിയിൽ. അതായത് പണ്ട് ഈ മുസ്ലിം കുടുംബത്തിൽ ദാരിദ്ര്യം അങ്ങനത്തെ പരിപാടികളും, അല്ലെങ്കിൽ ഈ ചില മുസ്ലിം കുടുംബത്തിലെ ചേട്ടന്മാരൊക്കെ ഭയങ്കര കാശുകാർ, അപ്പം സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ പൈസയൊന്നും ഇല്ലാതെ കിടക്കുന്ന പാവങ്ങളെ കല്യാണം കഴിക്കും. അങ്ങനെ ഒരു കഥ കേട്ടു കേട്ടോ. എനിക്കറിയത്തില്ല സത്യമാണോ എന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചിരുന്നു, ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ഈ മതപരമായിട്ട് അങ്ങനെ വലിയ അറിവില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം കണ്ടു, ഞാനൊരു കമൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് ഈ 3-4 കെട്ടിക്കൊണ്ടിരുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് തന്നെ വേണ്ടിയിട്ടായിരുന്നു എന്ന്. ഇന്നത്തെ കാലത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ അന്നാണെങ്കിലും സ്ത്രീകൾ അത്യാവശ്യം സ്വന്തം കാലിൽ നിന്നതായി. ഇപ്പോൾ ഇവരെ പോലുള്ളവർ, ഡോക്ടർ ഐഷയെ പോലുള്ളവർ അത്യാവശ്യം നല്ലൊരു ഡോക്ടറാണ്, നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു 3-4 ചെറുപ്പക്കാരെ ചിലപ്പോൾ അവർക്ക് നോക്കാൻ പറ്റും എന്ന് വെച്ചിട്ട് അവർ പോയിട്ടൊരു 3-4 ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചങ്ങ് ജീവിച്ചാൽ സമുദായത്തിലെ ചേട്ടന്മാർക്കൊക്കെ കയ്യും കൂപ്പി സല്യൂട്ട് അടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ കൂടെ ആരെങ്കിലും ഇങ്ങനെ നിന്നു കൊടുക്കുമോ? ഒരു 2-3 ആണുങ്ങൾ നമ്മൾ കല്യാണം കഴിച്ച് നിൻ്റെ കൂടെ അങ്ങ് ജീവിക്കാമെന്നും പറഞ്ഞ് നിൽക്കുമോ? ഇല്ലല്ലോ. ഒന്ന് പറയണേ, ആരെങ്കിലുമൊക്കെ ഒന്ന് മറുപടി പറയണേ. അല്ല, അപ്പം നമ്മൾ കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല, സ്ത്രീകൾ കാണിച്ചാൽ പ്രശ്നമല്ലേ? ആ ഒരു സെറ്റപ്പ് അതെല്ലായിടത്തും ഒരേപോലെയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കുറച്ചും കൂടെ കേൾക്കാം. ഒരു ബന്ധം, ആ ബന്ധത്തിനകത്ത് ഇസ്ലാമികമായി പറയുമ്പം ഒരാണും ഉണ്ടാകും, ഒരു പെണ്ണും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ രണ്ടാം വിവാഹത്തിലെ പ്രാക്ടീസുകൾ കാരണം പലപ്പോഴും ആണിന് ജീവിതം സുഗമമായിട്ട് 2ാം വിവാഹത്തിലൂടെ മുന്നോട്ട് നീങ്ങും. ഓക്കെ, അതിനകത്ത് എന്തുകൊണ്ടാണ് പെണ്ണിനെ കേൾക്കാൻ ഒരു സ്ഥലമില്ലാതെ പോയത്? എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ മഹലിൽ പോകുമ്പോൾ അവർ പറയും അവർക്കൊന്നും ചെയ്യാനില്ലെന്ന്. 2ാമത് കല്യാണം കഴിച്ചിട്ടുള്ള ആ മഹലിൽ പോയാൽ പറയും ഇല്ല, അവർക്കും ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പം വിവാഹം മഹല് വഴി നടത്തി കൊടുക്കേ എന്തുകൊണ്ടാണ് മഹലുകൾക്കൊന്നും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാതെ പോകുന്നത്? ഈ സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള പോലെ പെണ്ണുങ്ങൾക്ക് ചെന്ന് പറയാൻ ഒരു ഇടമില്ലാതെ പോയത്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമ്മുടെ മതത്തിലെ പ്രാക്ടീസുകൾക്കിടയിൽ ഡെവലപ്പായി വന്നത്? എന്തുകൊണ്ടാണ് ഈ ആദ്യ ഭാര്യമാരുടെ വേദനകളും അതിൽ കുട്ടികളുടെ കഷ്ടതകളും, അതല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിലെ ഹക്ക് കൊടുത്ത് പ്രോപ്പറായ രീതിയിൽ താല്പര്യമില്ലെങ്കിൽ തൊലാക്ക് ചൊല്ലി, അതല്ലെങ്കിൽ 2 ഭാര്യകളെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ തുല്യത പുലർത്തണം എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു സ്ഥലം എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് നമ്മളെ പോലുള്ള പെണ്ണുങ്ങളും അതിലുള്ള കുട്ടികളും അബാൻഡൻഡ് ആയി പോയത്? അവരെ അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പം എങ്ങനെയാണ് നമ്മൾ വേശ്യകളും അഴിഞ്ഞാടി നടക്കുന്നവരും അധിക പ്രസംഗികളും ഒക്കെ ആയി മാറുന്നത്? എങ്ങനെയാണ് നമ്മുടെ മേലുള്ള നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ഇതേ രീതിയിൽ നമ്മോട് സംസാരിക്കാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെയാണ് വരുന്നേ? ഇത് തികഞ്ഞ അരാജകത്വമല്ലേ? ഇതിനൊക്കെ ഒരു മാറ്റം നമുക്കിടയിൽ വരണ്ടേ? ശരിക്ക് ഇതിനകത്തൊക്കെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് വേണ്ടേ? നമുക്ക് പോയി പറയാൻ ഒരു ഇടം വേണ്ടേ? സത്യം എന്ത്, അസത്യം എന്ത്, എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട റിലീഫുകൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള രീതി, ഇതൊക്കെ വരണ്ടേ? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ നിങ്ങൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എന്തായി സമൂഹം ചെയ്യുന്നതെന്നറിയാമോ? They will simply slut shame you.
നീ അതാണ്, നീ ഇതാണ്, നീ അങ്ങനത്തെ പെണ്ണാണ്, നീ ഇങ്ങനത്തെ പെണ്ണാണ്, നിന്നെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് നിന്നെ അവൻ ഇട്ടുപോയിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് കേൾക്കുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ദിസ് ഈസ് ഹൗ ദ സൊസൈറ്റി ട്രീറ്റ്സ് യു. ഇത് ഒരു മതത്തിലെ സ്ത്രീകൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ലല്ലോ. എല്ലാ മതത്തിലും പെടുന്ന സ്ത്രീകളും ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഭർത്താക്കന്മാർ 2ഉം 3ഉം പോയി കെട്ടുന്നത്, മനസ്സിലായോ, അത് കൂടുതലും എല്ലാ മതത്തിലും ഇന്നുണ്ടെന്നേ. പണ്ട് മുസ്ലിം മതത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇങ്ങനെ കെട്ടാമായിരുന്നു എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് കുറേ ആളുകൾ കെട്ടുമായിരുന്നു. ഇന്ന് എല്ലാ മതത്തിലുള്ളവരും, അത് വേറെ രീതിയിലൊന്നുമല്ല, കല്യാണം കഴിച്ചു ഡിവേഴ്സായി അടുത്തത്, കല്യാണം കഴിച്ചു ഡിവേഴ്സായി അടുത്തത്, ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അല്ലാതെ ഒരു ഭാര്യയെ വെച്ചോണ്ട് തന്നെ ആ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീണ്ടും 1ഉം 2ഉം ഒക്കെ കെട്ടുന്നത്, ആ ഒരു പരിപാടി ഇല്ലെന്നേ ഉള്ളൂ. കല്യാണങ്ങൾ 2ഉം 3ഉം ഒക്കെ ഇന്ന് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ സ്ത്രീകളോടുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു കൈൻഡ് ഓഫ് പരിപാടി, അതായത് സ്ലട്ട് ഷെയ്മിങ്, അവരെന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്താലുള്ളൊരു പരിപാടിയൊക്കെ, അത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഈ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളെ കുറച്ച് അടിച്ചമർത്തുമായിരുന്നു, പുറത്തൊന്നും പഠിപ്പിക്കാൻ വിടത്തില്ല, നേരത്തെ കല്യാണം കഴിപ്പിക്കും, ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ തന്നെ സമ്മതിക്കുമായിരിക്കും, മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മതത്തിലുള്ള ആളുകൾ തന്നെ ഇത് സമ്മതിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് കുറച്ചൊക്കെ ആൾക്കാരൊന്ന് ഗ്രോ അപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഇതുപോലുള്ള, നേരത്തെ ആ ചേട്ടൻ പറഞ്ഞില്ലേ അവിടെ കിടന്ന് ആടുന്ന കണ്ടില്ലേ, അതുപോലുള്ള ചില ആട്ടന്മാരുണ്ട്. അങ്ങനത്തെ ഏട്ടന്മാർ എല്ലാത്തിനകത്തും ഉണ്ട്. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ സ്ത്രീക്ക് നീതി കിട്ടണം. അവരുടെ നിന്ന് മേടിച്ച പണവും മറ്റേ ആഭരണങ്ങളും ഒക്കെ തിരിച്ചവർക്കും കൊടുക്കുക. ഇച്ചിരി നാണം ഉണ്ടെങ്കിൽ ഡോക്ടർ അലിയുടെ കുടുംബക്കാരെ കേട്ടോ, ഡോക്ടർ അലിക്ക് കൊടുക്കുക, ഡിവേഴ്സും കൊടുക്കുക. അവർ പോയി ആഘോഷിച്ചിട്ട് ജീവിക്കട്ടെ, മനസ്സിലായോ? അവർ ആഘോഷിച്ച് ജീവിക്കട്ടെ. നീ എന്തിനാ? നിൻ്റെ ആവശ്യമില്ലടേ. അവർ വേറെ ആളുടെ കൂടെ പോകണമെങ്കിൽ അവർ പോട്ടെ, നിനക്ക് മാത്രം പോയാൽ മതിയോ? ഒന്നുമല്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.